എന്തു പറ്റി? ഇന്നലെ വിശദമായി പരിശോധിച്ചതാണല്ലോ. കുട്ടിക്ക് രാവിലെ മുതൽ വല്ലാത്ത രക്തം പോക്കായിരുന്നു. നോക്കട്ടെ, ഇന്നലത്തെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയോ? സിസ്റ്റർ. യെസ് ഡോക്ടർ. UPT പോസിറ്റീവ് ആണ് സാർ. ഈ കുട്ടി തീരെ വീക്കാണ്. ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ഇവൾ ഗർഭിണിയാണെന്ന്. 14-ാം വയസ്സിൽ അമ്മയാൻ പോകുന്നു. അതിന് അവളുടെ ശരീരം പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ബ്ലീഡിങ്. ഈ ഗർഭം തുടർന്നാൽ ചിലപ്പോൾ ഇവളുടെ ജീവന് തന്നെ ആപത്താണ്. സോ നമുക്കിത് അബോർട്ട് ചെയ്ത് കളയാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കുട്ടി. വേണ്ട, ഈ കുഞ്ഞിനെ അലസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീലയോടുള്ള അരിശ എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. നീ കൂട്ടുനിന്ന് താർത്തത് എവിടെ എത്തേണ്ട കുട്ടിയുടെ ഭാവിയാണെന്നറിയോ? വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഈ കുട്ടിയെ വേണം. നീ വാ. എത്ര? 150 രൂപ. ഇവിടെയാണോ? ഇവിടെ വേനയുണ്ടോ മോളെ? എവിടെയാ പോണേ? അവിടെ ഇരിക്കേ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എവിടെ ഇരിക്കൂന്ന്? ദാ മുത്തശ്ശിക്കുള്ള കസ്തൂരാതി ഗുളികയും മുത്തശ്ശനുള്ള വെറ്റില അടക്കിയ കൊടുക്ക്. ദാ വാങ്ങിക്കേ. തുറന്നു നോക്ക്. തുറന്നു നോക്കൂ. ഏയ്, എന്താ ചിരിക്കാത്തെ? ഇന്നല്ലേ ചിരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാ ചിരിക്കുന്നേ? എന്താടാ ഇത്? പിണക്കമാണോ? ചിരിക്ക. കലേ, നിന്നെ ഇന്നുകൂടി രാധാമണി ടീച്ചർ അന്വേഷിച്ചിരുന്നു. നീ ഇനിയും വൈകിയ രജിസ്ട്രിയിൽ നിന്ന് പേര് വെട്ടുമെന്നാ പറഞ്ഞത്. ഞാൻ ഇനി വരുന്നില്ല. അതെന്താടി? നീയല്ലേ പറഞ്ഞേ ഇപ്രാവശ്യത്തെ കൊല്ല പരീക്ഷയ്ക്ക് നിനക്കായിരിക്കും ഫസ്റ്റ് എന്ന്. ഒന്ന് പോ പഠിപ്പിച്ചിട്ടെ. ഇല്ലടി, ഞാൻ ഇനി സ്കൂളിലേക്കില്ല. ഇപ്പോ ഡ്രിൽ പീരീഡ് എന്താ ചെയ്യാ? കളിക്കാൻ വിടുവോ? ആ മാലതി കള്ളിയാട്ടോ. അവള് കള്ളക്കളി കളിക്കും. നീ വാടി, അവളെ നമ്മൾ തോൽപ്പിക്കില്ലേ? ആ രാധാമണി ടീച്ചറെ ഡസ്റ്റർ ചോദിച്ചിട്ട് കുറെ ദിവസമായി. നാളെ നീ സ്കൂളിൽ പോകുമ്പോ ഇതുവഴി വരുമോ? ഞാനത് തന്നുവിടാം. നീ ടീച്ചർക്ക് അതൊന്ന് കൊടുക്കണം. ശരി, അപ്പൊ നാളെ കേട്ടോ.